വേണ്ട, എന്റെ അച്ഛനെ കാണണം, എന്നെ കൊണ്ടുപോ. ഒച്ചു കൊണ്ടുപോവാലോ. ആദ്യം നമുക്ക് പല്ല് തേക്കണം, കുളിക്കണം, വല്ലതും കഴിക്കണം, പുതിയ ഡ്രസ് ഇടണം, എന്നിട്ട് പോവാട്ടോ. പ്രശ്നാവൂ. ആദ്യം ഇങ്ങനെയൊക്കെയാ വിജയേട്ടാ, പതിയെ പതിയെ മെരുക്കിയെടുക്കാം. മോളു ആരോടും മിണ്ടാതെ ഇങ്ങനെ പോകരുത് കേട്ടോ. എന്റെ അച്ഛൻ എവിടെ? അച്ഛനോ? ഞാനല്ലേ മോളുടെ അച്ഛൻ? അല്ല. മോളു, ഇത് മോളുടെ അച്ഛനാട്ടോ. അല്ലല്ലോ, എന്റെ അച്ഛനല്ല. മോൾ അച്ഛനൊന്ന് വിളിച്ചേ, അച്ഛൻ വിളിയേക്കോന്നറിയാലോ. അച്ഛാ. ഇതല്ലേ അച്ഛൻ, ഇവിടെ നോക്കി വിളിച്ചേ. ഇതല്ല എന്റെ അച്ഛൻ, എനിക്ക് കാണണം. ഇത് പിന്നെ ആരാ? മാമനാ. അല്ല മോളെ, അച്ഛൻ. അല്ല. ഇതാരാന്നറിയോ? അമ്മ. അമ്മ അമ്മയെന്ന് വിളിക്ക്. വിളിക്കട ചക്കരെ, അമ്മ. ആ അമ്മ. മോളെ, കേട്ടില്ലായിരുന്നു വിജയേട്ടാ, മോളെന്നെ അമ്മയെന്ന് വിളിച്ചു. ഇതാരാ? മാമൻ. അല്ലട കുട്ട, അച്ഛൻ. ആരാ? മാമൻ. അച്ഛന്ന് വിളിച്ചേ. മോളുടെ അച്ഛനല്ലേ അത്? അല്ല, എന്റെ അച്ഛൻ അവിടെയാ, പോയി. അത് പോട്ടെ. ഇനി മോള് ഈ മാമനെ അച്ഛന്ന് വിളിച്ചാ മതിട്ടോ. ഈ അച്ഛൻ മോൾക്ക് എന്തൊക്കെ വാങ്ങിത്തരും? പുതിയ ഉടുപ്പ്, മാല, കൈ നിറച്ച് വള, ഈ കുഞ്ഞു വിരലില് മോതിരം, കൈ നിറയെ മിഠായി, പിന്നെ ഐസ്ക്രീം. പിന്നെ ഈ അച്ഛൻ മോളെ കാറിക്കേറ്റി എവിടെയെല്ലാം കൊണ്ടുപോകും? പാർക്കില്, ബീച്ചില്, പിന്നെ സിനിമയ്ക്ക്. സിനിമയ്ക്കോ? ആ, സിനിമയ്ക്ക്. അതെന്താ? മോള് സിനിമ കണ്ടിട്ടില്ലേ? അയ്യോ കഷ്ടം. എല്ലാം അച്ഛൻ കാട്ടിത്തരൂട്ടോ. മോള് അച്ഛാന്ന് വിളിച്ചാ മതി. ഒന്ന് വിളിച്ചേ. ആ വിളിക്കടാ.
പേരെന്താ വിളിച്ചേ? അമ്മേന്ന്. അമ്മേ. വിഷമിക്കണ്ട വിജയേട്ടാ. പതുക്കെ പതുക്കെ ഇവള് വിളിച്ചോളും അച്ഛാന്ന്. മോളുടെ പേരെന്താന്നറിയോ? മാളൂട്ടി. അല്ലല്ലോ, ജാനകി. ജാനിക്കുട്ടി. എന്താ മോളുടെ പേര്? മാളൂട്ടി. അല്ല മോളു, നല്ല പേരല്ലേ ജാനകിന്ന്. ജാനിക്കുട്ടി നമ്മ വിളിക്കുമ്പോ മോള് വിളി കേക്കണം കേട്ടോ. ജാനിക്കുട്ടി. എനിക്ക് അച്ഛനെ കാണണം. എനിക്ക് അച്ഛനെ കാണണം. എനിക്ക് അച്ഛനെ കാണണം. അട്ടയെ പിടിച്ച് മെത്ത കിടത്തി അത് കിടക്കുവോ? വല്ലവരുടെയും കുഞ്ഞിനെ എടുത്ത് വേഷം കെട്ടിക്കുന്നു. നാട്ടുകാർ കാണണ്ട, അവര് മൂക്കത്ത് വരല് വെക്കും. അവിടെ പോക്ക് കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. അമ്മ എന്തിനാ അവളോട് കുസ്തിക്കില്ലെന്നേ? വല്ലതും പറയാണ്ടെങ്കിൽ എന്നോട് പറ. നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മന്ത്രം അവിടെ കയ്യിലല്ലേ, തലയണ മന്ത്രം. അല്ലെങ്കിൽ പിന്നെ ആരാന്റെയും കൊച്ചിനെ പെറുക്കി എടുത്തോണ്ട് വന്നിട്ട് അവനവന്റേതാണെന്ന് പറയൂ. അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലേ? പറയുന്നതാണോടെ കുറ്റം? എനിക്ക് കുറച്ച് ദണ്ണമുണ്ട്. ഒരുത്തി എന്റെ മകനെ ഇങ്ങനെ കോലം കെട്ടിക്കുന്നത് കാണുമ്പം നിന്റെ പെറ്റമ്മയാ ഞാൻ. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ലെന്ന് അവളോടൊന്ന് പറഞ്ഞേക്ക്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ ഈ വയസ്സുകാലത്ത്? ഇത് നല്ലതാ. അയ്യോടി, മോൾക്ക് ഇതിനേക്കാളും നല്ലത് അമ്മ സെലക്ട് ചെയ്താരല്ലോ. ഹാ, അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, അതിനല്ലേ മുൻഗണന, അല്ലേ അക്കരെ? ആ ശരിയാ. ആ, എനിക്കിത് മതി. ഓ ശരി ശരി ശരി. ദാ ഇതെടുത്ത് മാറ്റി വെച്ചേക്കൂ. ഇനി ഈ ഉടുപ്പ് നോക്കട്ടെ. ദാ ഇതും കൂടി. കുട്ടിയെ ഇടിയിച്ചു നോക്കൂ. ഹായ്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? എല്ലാം പാക്ക് ചെയ്തോളൂ. പോരെ രത്തമ്മേ? ആ ബില്ല് എഴുതിക്കോളൂ കേട്ടോ. ദാ ഇതും കൂടെ. നമുക്ക് പോവാം. എന്താ മോളെ നീ കാണിച്ചേ?
എന്തിനാ മോളിത്? എനിക്ക് ഒളിച്ചിരിക്കാനാ. അയ്യോടാ. അച്ഛൻ സഹായിക്കട്ടോ. ആ, സഹായിച്ചോ. ദേ വാങ്ങിച്ചു. എന്റെ ജാനിക്കുട്ടിക്ക് ഐസ്ക്രീം. എനിക്ക് 2 എണ്ണം വേണം. എത്രയാ? ഒന്നുകൂടി പറഞ്ഞേ, കേട്ടില്ല. 3. ആ, ഇനിയും കേട്ടില്ലെന്ന് പറയല്ലേ വിജയേട്ടാ, എണ്ണം കൂടും. എന്റെ മോൾക്ക് എത്ര ഐസ്ക്രീം ആണെങ്കിലും ഈ അച്ഛൻ വാങ്ങി തരൂലോ. അമ്മയ്ക്കല്ലേടെ ചക്കരെ? മാ, ഓ, അമ്മയ്ക്കും ആ, അമ്മയ്ക്ക് എത്ര ഐസ്ക്രീം വേണം? 1. ഓ, ആഹാ, കള്ളി പെണ്ണേ, നിനക്ക് 3 എണ്ണം, അമ്മയ്ക്ക് മാത്രം 1 എണ്ണം അല്ലേടി? ദാ, അമ്മയ്ക്ക് ഐസ്ക്രീം. ഒരു കോൺ ഐസ്ക്രീം. ദേ, പുതിയ ഐസ്ക്രീം പിടിച്ചോ ചക്കരേ. ഓ, മതിയോ? ഇനി ആരുമില്ലേ? ഇനി ആരെയാ വേണ്ടത്? നിന്റെ ഭാര്യയും മക്കളെയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ? അവിടെ പിന്നെ ആരാ ഉള്ളത്? പൂട്ടിയിട്ട് പോരാൻ പറ്റുമോ? ആടും കോഴിയും പശുവും ഒക്കെ ഉള്ളതല്ലേ. ആ, സരസമ്മ എന്താ നിന്ന് കളഞ്ഞത്? ഇങ്ങ് വാ. ചേച്ചി എന്തി? അവർ രണ്ടും കൂടി ആ കൊച്ചിനെ കൊണ്ട് പോയിരിക്കുക. എവിടെ പോയി? ആർക്കറിയാം? എന്ന് യാത്രയല്ലേ ആ കൊച്ചിനെ എഴുന്നള്ളിച്ചോണ്ട്. എന്റെ സരസമ്മ ഇവിടെ നടക്കുന്ന കൂത്തൊന്ന് കാണേണ്ടതാ. കേറി വാ, എല്ലാം പറയാം. കൊറേ പറയാനുണ്ടേ. വേറെ ഒന്നും ഇവിടെ ഇരിപ്പില്ലേടി? ചേച്ചിയുടെ അടുക്കളയിലെ സകല ജാറും ഞാൻ തപ്പി നോക്കി. ഇതേ ഉള്ളൂ. അച്ചാർ ഇരിപ്പുണ്ട്, വേണോ? ഉച്ചക്കത്തേക്കുള്ള ചോറ് വെച്ചിട്ടല്ലേ അവള് പോയത്? എവിടുന്ന്? അവര് കൊച്ചിനെയും കൊണ്ട് കറങ്ങി നടപ്പല്ലേ. ഹോട്ടലിൽ നിന്നല്ലേ 3 നേരം ചാപ്പാട്. വസുമതിക്കുള്ള ആഹാരമോ? ഞാൻ ഇത്തിരി കഞ്ഞിയും വെച്ച് പപ്പടവും പൊരിച്ച് ചമ്മന്തിയും തോരനും കൂട്ടി കഴിക്കും. ആ കൊച്ചിനെ അവർ സ്ഥിരമായിട്ട് വളർത്താനാണോ ഉദ്ദേശം? ദത്തെടുത്തു എന്ന് പറഞ്ഞ പിന്നെ എന്താ അർത്ഥം? ഒരിക്കലും തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കാതെ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും സ്വന്തം മക്കളെ ദാനം ചെയ്യുവോ? നമ്മൾ വളർത്തി പഠിപ്പിച്ച് ഉദ്യോഗം കൂടി വാങ്ങിച്ചു കൊടുത്തു കഴിയുമ്പോ വരും കൂട്ടിക്കൊണ്ടു പോകാൻ. അന്നേരം വളർത്തിയവര് വെറും കാഴ്ചക്കാര്. ആ കൊച്ചെങ്ങനെയുണ്ട്? ഓ, നരന്ത പോലെ ഒരെണ്ണം. കാണാൻ ഒരു വർക്കത്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും വേണ്ടില്ല. അവര് കൂടെ കിടത്തിയാണോ ഓർക്കുന്നത്? ആണോന്നോ? കൊള്ള, അതൊന്ന് കാണേണ്ട കാഴ്ചയാ. 2 പേരുടെ നടുക്ക് കടത്തിയിട്ട് താരാട്ടുപാടിയല്ലേ ഉറക്കുന്നേ. ഈ രത്നമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. പിള്ളേരുണ്ടാകാത്തതിന്റെ ആദ്യ തലയ്ക്ക് പിടിച്ചതാ. ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും കാണിക്കുന്ന പണിയാണോ ഇത്? വിജയനും ഉണ്ടല്ലോ ആവശ്യത്തിന് ബുദ്ധിയും ബോധമൊക്കെ. അതൊരിടത്തും കൊണ്ടേ പണം വെച്ചിരിക്കുന്നല്ലോ, ആണോ? അവൾ അവന് സൗകര്യം കൊടുക്കണ്ടേ? മനസമാധാനമാണല്ലോ എല്ലാത്തിനേക്കാളും വലുത്. അതുകൊണ്ടാ അവ സമ്മതിച്ചത്. വല്ലവന്റെയും കുഞ്ഞിനെ ഈ വീട്ടിൽ വളർത്താൻ പാടില്ലെന്ന് വസുമതിക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ
പറയാഞ്ഞിട്ടാണോ? അപ്പൊ തന്നെ രണ്ടും കൂടി വാരി കെട്ടി ഇവിടുന്ന് ഇറങ്ങാൻ പോന്നു. വാടക വീടെടുത്ത് താമസിച്ചോളാന്ന്. ഇതുപോലൊരു വലിയ വീട് ചുമ്മാ കിടക്കുമ്പോ അവര് വാടക വീട്ടിലോട്ട് പോയാ ആർക്കതിന്റെ ക്ഷീണം? എനിക്ക്, അല്ലാതെ ആർക്കാ? എന്റെ അമ്മായിയമ്മ ഒരു സഹിക്കാൻ മേലാതെ അവർക്ക് ഇറങ്ങി പോകേണ്ടി വന്നു എന്നല്ലേ നാട്ടുകാർ പറയൂ. അല്ലെങ്കിലും വിജയന്റെ അമ്മയോട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് ശരിയല്ല. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി വന്നത് നന്നായി. ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഞാൻ ഒറ്റയ്ക്ക് നാക്കിട്ട് അലച്ചിട്ട് എന്താ കാര്യം? ചന്ദ്രശേഖരൻ പറഞ്ഞ വിജയൻ അത് കേൾക്കും. ഒരു കാരണവശാലും ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ സമ്മതിക്കരുത്. അവരുണ്ടാക്കുന്ന സ്വത്തും പൈസയൊക്കെ ഏതോ ഒരുത്തിയുടെ കുഞ്ഞു വന്ന് അനുഭവിക്കാന്ന് വെച്ചാ കുറച്ച് ദണ്ണമുണ്ട്. എന്റെ സരളയ്ക്കും ഭാമയ്ക്കും പിള്ളേരുണ്ട്. മക്കളില്ലെങ്കിൽ അവനവന്റെ ആൾക്കാർക്ക് കിട്ടട്ടെ സ്വത്ത്. എന്റെ പെമ്മക്കും ഉണ്ട് 2 മക്കള്. ഇനി അവർക്ക് ദത്ത് നിർത്തണമെന്ന് നിർബന്ധമാണെങ്കിൽ എന്റെ രമണിയുടെ കൊച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തരുതോ? സൗമനിയുടെ 2ാമത്തെ പ്രസവം മിക്കവാറും അടുത്ത ഇടവത്തിലായിരിക്കും. വേണമെങ്കിൽ ആ കൊച്ചിനെ ദത്തെടുക്കാലോ. വേണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഒരാളെ ദത്തെടുത്തോട്ടെ. അപ്പൊ 2 പേരാകും. അവരുടെ കൊതി തീരട്ടെ. അത് മാത്രമോ? വിജയനും സുനിതയും തമ്മിലുള്ള കല്യാണം നമ്മൾ വാക്കാൽ പറഞ്ഞു വെച്ചതല്ലേ? ആ നശിച്ച കൊച്ചു കാരണം ഇനി അത് നടക്കോ ഇല്ലയോന്ന് ആർക്കറിയാം? ഈ കാടും പടർപ്പും ഒക്കെ വല്ലപ്പോഴും ഒന്ന് വെട്ടിത്തെളിച്ചിട്ടൂടെ ഗോവിന്ദൻകുട്ടി? ഓ, എന്തിനാ? വല്ല കൃഷിയും ചെയ്തുകൂടായിരുന്നോ? ഞാൻ ഒറ്റയ്ക്കോ? എനിക്കൊന്നും അത്ര വശമില്ല. ദാണ്ടേ താഴെ ഇത്തിരി വയല, അതിലൊക്കെ ഞാൻ കാണിച്ചതില്ലേ? മൊത്തം 84 സെന്റ്. അളന്ന അത്രയും കാണോ? എനിക്ക് തോന്നുന്നില്ല. അളന്ന് കാണുന്ന ഭൂമി അതിനുള്ള വില തന്നാ മതി. ആദായമൊന്നുമില്ലല്ലേ? വടക്കേപ്പുറത്ത് 5-6 തെങ്ങുണ്ട്. നല്ല കായ്വിലുള്ളതാ. അല്ല, കണ്ടതാണല്ലോ, പിന്നെന്തിനാ പറയുന്നേ? ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അതിലെവിടെയാ? വയലാണെന്ന് പറഞ്ഞല്ലോ. ചേട്ടൻ ഈ വസ്തുവിനെ പറ്റി നന്നായിട്ട് അറിയാം. ചേട്ടൻ ഈ നാട്ടുകാരനുമാ. വില കുറയ്ക്കാൻ വേണ്ടി ഇടിച്ചു താഴ്ത്തി അതൊന്നും പറയണ്ട. 84 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും. ചേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഞാനൊരു വില പറയാം, ഗോവിന്ദൻകുട്ടി അതിനങ്ങ് സമ്മതിക്കണം. ചേട്ടൻ പറയാൻ പോകുന്ന വില എനിക്കറിയാം. ബ്രോക്കർ പറഞ്ഞു ആ വിലയ്ക്ക് എന്തായാലും തരില്ല. സ്ഥലം ഇവിടെ കിടന്ന് ദ്രവിച്ചു പോവും ഇല്ലല്ലോ? ഗോവിന്ദൻകുട്ടി, വിലയൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിരുന്ന് സംസാരിക്കാം. നിങ്ങളിങ്ങനെ വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള മട്ടിൽ നിന്നാ ഒരു പരിപാടിയും നടക്കില്ല. വാ. വാ പോ. രത്നമ്മേ, ചന്ദ്രേട്ടൻ വന്നിട്ടെന്ന് തോന്നുന്നു. ഇതേ കാറ്. എല്ലാം അറിഞ്ഞുകൊണ്ട് വന്നതായിരിക്കും. ആ, നീ ഇറങ്ങ. ഞാൻ മോൾക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ എടുക്കട്ടെ. വാ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എപ്പോ ചന്ദ്രേട്ടാ? കുറെ നേരമായി. ആ, ചന്ദ്രേട്ടാ, അമ്മേ. ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നൂടായിരുന്നോ? ഇതിപ്പോ പട്ടിണി ഇരിക്കേണ്ടി വന്നില്ലേ? വീട്ടിലെ ഫോൺ കേടായിരുന്നടി. അല്ലെങ്കിൽ പിന്നെ വരുന്ന വഴിക്ക് STD ബൂത്തിൽ കയറണം. ഞങ്ങൾ നേരെ അങ്ങ് പോന്നു. വല്ലതും കഴിച്ചോ അമ്മേ? വസുമതിയമ്മ ചായ ഇട്ട് തന്നു. രത്നമ്മേ,
നിനക്ക് എന്നാണ് ഇടി കൊച്ചുണ്ടായത്? ഞങ്ങളെയൊന്നും അറിയിച്ചില്ലല്ലോ നീ.